രണ്ട് സിറ്റുവേഷൻസ് എടുക്കാം. ഒരു 2005 16 വയസ്സുള്ള ഒരു കുട്ടിയും 2025 16 വയസ്സുള്ള ഒരു കുട്ടിയും. ഇവരെ രണ്ടുപേരെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2005 16 വയസ്സുള്ള ഈ ഒരു കുട്ടി എന്തായിരിക്കും രാവിലെ എഴുന്നേറ്റാൽ മുതൽ ചെയ്യുന്ന ഒരു കാര്യം? അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, അവന്റെ ദിനചര്യകൾ കാര്യങ്ങളൊക്കെ അവൻ നടത്തുന്നു, അവൻ നേരെ കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയി അവൻ പഠിച്ച് തിരിച്ചു വരുന്നു, അവൻ എന്തെങ്കിലും ചെറിയ ട്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, അവന്റെ ഹോംവർക്കുകൾ ചെയ്യുന്നു, ഇല്ലെങ്കിൽ കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് പോകുന്നു, തിരിച്ചു വരുന്നു. അവന്റെ അന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞു, അവനായിരുന്നു ഉറങ്ങുന്നു. അതേസമയം 2025 ഒരു 16 വയസ്സുകാരൻ, നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ? ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പല പല ചിത്രങ്ങൾ ഓടി വന്നല്ലേ? അവൻ രാവിലെ ഉറക്കം എണീക്കുന്നത് തന്നെ അവന്റെ സ്വന്തം സ്മാർട്ട് ഫോൺ ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. അവന്റെ സ്മാർട്ട് ഫോണിൽ അവൻ വാട്സാപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് ഇതുപോലെയുള്ള മറ്റ് പല ആപ്ലിക്കേഷൻസും ഉപയോഗിച്ചുകൊണ്ട് അവൻ അവന്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് അവൻ സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് സ്കൂളിൽ ചെന്നാലും അവൻ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പല സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പല സ്മാർട്ട് ഫോണുകൾ ഇതിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക, അവന്റെ കൂട്ടുകാരോട് സംസാരിക്കുക, അന്നത്തെ എന്താണ് പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ, ഗ്രോത്ത് എന്താണ്, പുതിയ മോഡൽ ഫോൺസ് എന്തിറങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുക അല്ലെ. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാലും അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുക, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക, എവിടെയെങ്കിലും കോഫി ഷോപ്പിലോ എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കുക അല്ലെ. പക്ഷെ ഈ ഗ്രൗണ്ടിൽ പോയി കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കില്ല. തിരിച്ച് വീട്ടിൽ വരും, അവൻ അവന്റെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കും. പഠിത്തം കൂടുതലായിട്ടും ഈ 2005 കുട്ടി കൂടുതലായിട്ടും ബുക്ക്, ലേബർ ഇന്ത്യ അതുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചെങ്കിൽ ഇവർക്ക് ഇതെല്ലാം ഇപ്പോൾ ചാറ്റ് GPT അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഒരു AI പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇത് ഈ ഒരു തരത്തിൽ ഒരു 2025 16 വയസ്സുകാരൻ പെരുമാറുന്നു. അവന്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവൻ നൂറുകണക്കിന് ആൾക്കാരുടെ ലൈഫ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് കണ്ടുകൊണ്ടാണ് അവൻ ഉറക്കം എഴുന്നേൽക്കുന്നത് പോലും. പക്ഷെ 2005 ഒരു കുട്ടിക്ക് ഇത്രത്തോളം എക്സ്പോഷർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവന്റെ വീടും പരിസരവും ചുറ്റുവട്ടത്തും അവന്റെ സ്കൂളിലെ കുട്ടികളെ മാത്രം കാണുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ? ഇത്രയും ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? ജെൻസി എന്ന് പറയുന്ന ഒരു മോശം ജനറേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നി അല്ലേ? എങ്കിൽ അങ്ങനെ തോന്നിയെങ്കിൽ അതിനോട് എനിക്ക് അഭിപ്രായമില്ല. നമുക്ക് നോക്കാം ശരിക്കും ആരാണ് ഈ ജെൻസി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ജെൻസി കുട്ടികൾ എന്ന് പറയുന്നവർ ആരാണെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആരാണ് ജെൻസി? വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടേം ആണ് അല്ലെ ജെൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, പക്ഷെ പലർക്കും ഇത് എന്താണ് ശരിക്കും, നമ്മൾ ആരെയാണ് ഈ ജെൻസി കുട്ടികൾ എന്ന് പറയുന്നതെന്ന് ഇപ്പോഴും ചില അറിവുകൾ ഉണ്ടാവില്ല. ജെൻസി എന്ന് പറയുന്നത് 1996 മുതൽ 2012 വരെ ജനിച്ച കുട്ടികളെയാണ് നമ്മൾ ജെൻസി എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ആ ഒരു പീരീഡിൽ ജനിച്ച അവസാനത്തെ കുട്ടികൾക്ക് ഒരു 16-17 വയസ്സൊക്കെ ആയിട്ടുണ്ടാവാം ഇപ്പോൾ. അപ്പോ ഈ കുട്ടികൾ നമ്മുടെ അതിനേക്കാളും അല്ലെ 1996 ജനിച്ചവർ അത്യാവശ്യം ഇപ്പൊ പല ജോലികളും ചെയ്യുന്നവരാവാം. അപ്പൊ ഇവർക്ക് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി? ഇവർക്ക് എന്താ ഇത്ര പ്രത്യേകത? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പൊ ഇവർ എന്താ, നമ്മൾ കഴിഞ്ഞ തലമുറയിലുള്ളവർ അല്ലെ, നമ്മൾ മില്ലനിയൽസ് എന്നാ പറയുന്നത് അല്ലെ, നമ്മളൊരു 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ളവർ മില്ലനിയൽസ് ആണ്. അപ്പോൾ ഇവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ജെൻസിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, എന്തോ കാര്യമായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുണ്ട്, നിങ്ങളുടെ ഒരു 16-17 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ പെട്ടെന്ന് പ്രശ്നമായി, വൈഫൈ കിട്ടുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ അവരെ വിളിക്കും, വൈഫൈ കിട്ടുന്നില്ല, എന്താണ് പ്രോബ്ലം എന്ന് വന്ന് ചെക്ക് ചെയ്യാൻ പറയുമോ എന്ന് നിങ്ങൾ ചോദിക്കും. ഇതേ സമയം നിങ്ങളുടെ വീട്ടിലുള്ള ഒരു 17 വയസ്സുകാരൻ, അവൻ എന്താ ചെയ്യുക നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അവൻ അപ്പോൾ ഫോൺ എടുത്ത് അവന്റെ ഗൂഗിൾ നോക്കും അല്ലെ, ഗൂഗിൾ നോക്കും, അല്ലെങ്കിൽ അവൻ ചാറ്റ് GPTയോട് ചോദിക്കും, ഇന്ന പ്രോബ്ലംസ് ആണ് എൻ്റെ വൈഫൈയിൽ കാണിക്കുന്നത്, ഇത്ര നേരമായിട്ട് വൈഫൈ ഇല്ല, ഇന്ന കാര്യങ്ങൾ ഓക്കെയാണ്, പിന്നെ എന്തുകൊണ്ടായിരിക്കും എനിക്ക് വൈഫൈ കിട്ടുന്നില്ല എന്ന് അപ്പൊ തന്നെ അവൻ ഒരു ക്വയറി അവൻ ചാറ്റ് GPTയിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിളിലൂടെയോ ഒക്കെ കൊടുക്കും. അതിനുശേഷം എന്താ, കറക്റ്റ് ആയിട്ടുള്ള മറുപടി അവന് കിട്ടും. അതനുസരിച്ചിട്ട് ചിലപ്പോൾ അവനെ കൊണ്ട് തന്നെ തനിയെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്ത് തോന്നുന്നു? ഇവർ കുറച്ചുകൂടെ ഫാസ്റ്റ് ലേണേഴ്സ് ആണ് അല്ലേ?
നമ്മളൊക്കെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നും ട്യൂഷൻ എടുത്തും ഒക്കെ നമ്മളെ പഠിപ്പിച്ച പല കാര്യങ്ങൾ ഇവർ തനിയെ ഇവർ ഗൂഗിളിങ് ചെയ്യും, എയുടെയും ഒക്കെ സഹായത്തോടു കൂടി ഇവർ പഠിച്ചെടുക്കുന്നു. ഈ കുട്ടികൾ പ്രധാനമായിട്ടും ഇവർ എന്ന് വെച്ചാൽ ഇവർ സ്മാർട്ട് ഫോൺ കണ്ടു വളർന്നവരാണ്. ഇവർ ജനിച്ച ടൈം മുതലേ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഇവർ വളർന്നതിനോടൊപ്പമാണ് ടെക്നോളജിയിൽ ഇത്രയേറെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഇവരുടെ ലൈഫിൽ ഇവർക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്തയോ അല്ലെങ്കിൽ എയുടെ സാന്നിധ്യം ഇല്ലാത്തയോ ആയിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല ഇവർ ഇത്രയ്ക്ക് ഫാസ്റ്റ് ലേണർ ആയത് കൊണ്ടിട്ട് അവർക്ക് പല പല പ്രോബ്ലംസും ഇതുപോലെ വരുന്നത് അവർക്ക് സോൾവ് ചെയ്യാനും വളരെ പെട്ടെന്ന് പറ്റും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരെ സ്മാർട്ടായ ഒരു ജനറേഷനാണ് ജെൻസി എന്ന് ഞാൻ പറയും. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ ഒരു പ്രോബ്ലം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ, പണ്ടൊക്കെ നമുക്ക് കുറേ കാലം മുന്നേ നമ്മൾ പറയും അല്ലെ, ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വരെ പഠിക്കാൻ പോകുന്നവർ തന്നെ വളരെ കുറവാണ്, അതിലും പാസ്സാവുന്നവർ വളരെ കുറവാണ്. എൻ്റെയൊക്കെ ഞാനൊരു 90s കിട്ടാം അല്ലേ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യവും വളരെ കുറച്ച് പേർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഫുൾ A+ കിട്ടാത്തവർ വളരെ കുറവാണ്. ഇത് തന്നെയാണ് ഈ ഒരു ജെൻസി ജനറേഷന്റെ ആക്ച്വൽ പ്രോബ്ലം. അവരുടെ കൂടെ വളരുന്ന എല്ലാ കുട്ടികളും വളരെ സ്മാർട്ടാണ്. അപ്പൊ അവർക്കുള്ള കോമ്പറ്റീഷനും വളരെ ഹൈ ആയിരിക്കും. ഇത്രയും കോമ്പറ്റീഷൻസ് കടന്ന് അവർക്ക് ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ലീപ്പാണ്. വളരെ ഒരുപാട് സ്ട്രഗിൾസ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഡെയിലി അവരെ ഒരു 1000 പേര് അല്ലെങ്കിൽ ഒരു 10,000 പേരുമായി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല കമ്പയർ ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ വേൾഡ് ആണ് അവരെ കമ്പയർ ചെയ്യുന്നത്. കാരണം അവർ കാണുന്നത് ഡിജിറ്റൽ വേൾഡാണ്. ഡിജിറ്റൽ വേൾഡിൽ ഇന്ന് ഇന്ത്യയിലുള്ള ഒരു കുട്ടി അവൻ ചിലപ്പോൾ അവനെ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ അവനെ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കയിലുള്ളതോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലുള്ളതോ ആയിട്ടുള്ള മറ്റൊരു കുട്ടിയോട് കൂടിയായിരിക്കും. കാരണം ഇപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ എല്ലാവരുടെ ലൈഫും വളരെ ഓപ്പൺ ആണ്. അപ്പൊ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അപ്പൊ ഇത്രത്തോളം എക്സ്പോഷർ കിട്ടുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മറ്റ് 10,000-കണക്കിന് കുട്ടികളോട് കൂടി കമ്പയർ ചെയ്യപ്പെടുന്ന ഒരു കുട്ടി. കാരണം എല്ലാവരുടെ ലൈഫും പബ്ലിഷ്ഡ് ആണ് അല്ലെ, ഡിജിറ്റൽ ആണ്. എല്ലാവരുടെ ലൈഫും ഇപ്പോൾ ഓൾമോസ്റ്റ് എവറിത്തിങ് ഓപ്പൺ ആണ്. അപ്പോൾ ഇവരെ കമ്പയർ ചെയ്യാനും ഇവർക്ക് സ്വയം തോന്നുകയാണ് അല്ലെ. നമ്മൾ പറയും പല ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഈ കുട്ടികളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ പറയുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം? ഇവർ കാണുന്നത് ഇതാണ്. അപ്പൊ ഇവരുടെ ലൈഫിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഹി ഈസ് നോട്ട് ബെറ്റർ ദാൻ ദം അല്ലെ. മറ്റൊരാളുമായിട്ട് അവൻ കമ്പയർ ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് ബെറ്റർ അല്ലല്ലോ, അവരുടെ ലൈഫ് കുറച്ചുകൂടി കളർഫുൾ അല്ലേ, അവർ കുറച്ചുകൂടി നല്ല ഡ്രസ്സസ് ഉപയോഗിക്കുന്നില്ലേ, അങ്ങനെയുള്ള പല കമ്പാരിസണും. അപ്പൊ നമ്മൾ ഈ ജെൻസി കാറ്റഗറിയിൽ നമ്മൾ പറയുമ്പോൾ അതിൽ എക്കണോമിക്കലി പല ക്ലാസ്സിലുള്ള കുട്ടികൾ വരും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോബ്ലം ഇത്തരത്തിൽ ഉണ്ടാവുന്നു. മറ്റൊരാളുമായിട്ട് ഒരു കമ്പാരിസൺ, അതുപോലെ അല്ലല്ലോ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇടുന്ന പോലത്തെ ഫോട്ടോസ് അല്ലല്ലോ ആ കുട്ടിയുടേത്, അങ്ങനെയുള്ള കമ്പാരിസണും ഒക്കെ ഇവർക്ക് വരാനായിട്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് നമ്മുടെ ജനറേഷനേക്കാളും കുറച്ചുകൂടി ആൻസൈറ്റിയും കുറച്ച് സ്ട്രെസ്സും ഒക്കെ വളരെ കൂടുതലാണ്. കാരണം അവർ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരായത് കൊണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് ഇവരെ കുറ്റവും പറയാൻ പറ്റില്ല. ടെക്നോളജി വളരുന്നതനുസരിച്ചിട്ട് നമുക്ക് പറയാം നമ്മുടെ ജനറേഷൻ ആയിരുന്നു നല്ലത്, ഈ ജനറേഷൻ എന്ത് പറ്റിയെന്നുള്ളതല്ലേ. പക്ഷെ ശരിക്കും ഈ ഒരു ചോദ്യം എല്ലാ പുതിയ ജനറേഷനും കേൾക്കുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ജെൻ ആൽഫയെ കുറിച്ചിട്ടായിരിക്കും ഈ ജെൻ സി പറയുന്നത് നമ്മുടെ ജനറേഷൻ എന്ത് നല്ലതായിരുന്നു, ജെൻ ആൽഫയാ ഭയങ്കര മോശം എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വളർന്ന ടൈമിൽ നമ്മൾ ടെക്നോളജി വളരെ സ്ലോലി പ്രോഗ്രസ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മളും അതിനോടൊപ്പം പഠിച്ചു വന്നവരാണ്. പക്ഷെ ഇവർ ജനിച്ച ഉടനെ തന്നെ ഇവർക്ക് ഇത്രത്തോളം ടെക്നോളജിയുടെ ആ ഒരു ഫ്ലറിഷ്നെസ് ഇവരെ അറിഞ്ഞു വളർന്നവരാണ്. നമുക്കൊരിക്കലും ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ പറയും അല്ലേ, 3 വയസ്സായതേ ഉള്ളൂ, ഫോണിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനറിയാം. എന്തുകൊണ്ട് അവർക്കറിയാം? 3 വയസ്സിൽ നമുക്കത് കിട്ടിയിരുന്നെങ്കിലും നമ്മളും പഠിച്ചേനെ. ഇന്ന് അവർക്കത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർ പഠിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു ജനറേഷൻ മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജെൻസിയിൽ നിന്ന് നമുക്ക് പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും അവർക്കറിയാം. അത് നമുക്ക് പറഞ്ഞു തരാനും അവർ റെഡിയാണ്. നമ്മളും കുറച്ചുകൂടി ഓപ്പൺ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഈ ജെൻസിയെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരെപ്പോഴും ഒരു എന്താ പറയാ,
ഒരു പെരിഫർ ആയിട്ടുള്ള ഒരു മീനിങ് വെച്ച് മാത്രമായിരിക്കും അവർ സംസാരിക്കുക. നമ്മളെ പോലെ ഉള്ളർത്ഥങ്ങൾ എന്താണ് എന്നൊന്നും അവർ ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാനോ ഒന്നും അവർ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരു ജനറേഷന് മോശമല്ല. നമ്മൾ അവരെ എങ്ങനെ വളർത്തുന്നു, നമ്മൾ എങ്ങനെ അവർക്ക് ഈ ലോകത്തിലുള്ള പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇവരുമായിട്ട് നല്ല സ്നേഹത്തോടു കൂടിയും ഇവരെ ഒന്ന് മനസ്സിലാക്കിയും ഇവരുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എങ്ങനെയാ ഒരു ജെൻസിയിൽ പാരന്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻറ്റും അത് എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളതും മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.